ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള കൂനൻ കുരിശ് സത്യം. കേരളത്തിലെ മാർത്തോമാ ക്രിസ്ത്യാനികൾ തങ്ങളുടെ സഭയെ പോർച്ചുഗീസുകാരും ജെസ്യൂട്ട് പാതിരിമാരും റോമൻ കത്തോലിക്ക സഭയുടെ കീഴിൽ വരുത്തുവാൻ നടത്തിയ പീഡനങ്ങൾക്കെതിരെ 1653 ജനുവരി 3 കൊച്ചിക്ക് സമീപമുള്ള മട്ടാഞ്ചേരിയിൽ വച്ച് പരസ്യമായി എടുത്ത പ്രതിജ്ഞയാണ് കൂനൻ കുരിശ് സത്യം അഥവാ കൂനൻ കുരിശ് പ്രതിജ്ഞ എന്നറിയപ്പെടുന്നത്. ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള കൂനൻ കുരിശ് സത്യം AD 17-ാം നൂറ്റാണ്ടിലാണ് നടന്നത്. 15-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ വന്ന പോർച്ചുഗീസുകാർ ഇവിടെയുള്ള ക്രിസ്ത്യാനികളെ എല്ലാവരെയും ഗോവൻ രീതിയിലുള്ള മതാചാരങ്ങൾ പഠിപ്പിക്കാനും പ്രാവർത്തികമാക്കാനും ശ്രമിച്ചു. എന്നാൽ നാട്ടുകാരനായ ഒരു കത്തനാറിൻ്റെ നേതൃത്വത്തിൽ ക്രിസ്ത്യാനികൾ എല്ലാവരും കൂടി ഇവിടെ സ്ഥാപിച്ചിരുന്ന ഒരു കുരിശിൽ ഒരു വടം കെട്ടി അതിൽ പിടിച്ചു. നാട്ടിലെ ആചാരങ്ങൾക്ക് വിപരീതമായി മറ്റൊരു ആചാരത്തിന് തയ്യാറല്ല എന്ന് സത്യം ചെയ്തു. അങ്ങനെ വലിച്ചു പിടിച്ചപ്പോൾ കുരിശ് വളഞ്ഞുപോയി എന്ന് ചരിത്രം പറയുന്നു. അതോടെ പോർച്ചുഗീസുകാർ തൽക്കാലം പിൻവാങ്ങി. വളഞ്ഞു കൂനിപ്പോയ കുരിശിനെ നാട്ടുകാർ കൂനൻ കുരിശ് എന്ന് വിളിച്ചു. വിപ്ലവകരമായ ചെറുത്തുനിൽപ്പായതുകൊണ്ട് കൂനൻ കുരിശ് സത്യം എന്ന പേരും വീണു. പോർച്ചുഗീസ് ഭാഷയിൽ വളഞ്ഞ കുരിശിനെ പ്രാന്ത് ക്രൂശ് എന്നാണ് പറയുന്നത്. നാട്ടുകാർ പ്രാന്ത് കുരിശാക്കി. പിന്നീടത് കൂടുതൽ വിപുലീകരിച്ച് പ്രാന്തൻ കുരിയച്ചനായി മാറി. മഴയും വെയിലും കാറ്റുമേറ്റ് കുരിയച്ചൻ കുരിശ് കാലങ്ങളോളം നിന്നു. പള്ളിക്കകവും പുറവും കാട് പിടിച്ചു. എങ്കിലും കുരിയച്ചൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കുവാനായി നാട്ടുകാരെത്തിയിരുന്നു. 1940 വെണ്ടുരുത്തി പള്ളി വികാരിയായിരുന്ന ഫാദർ അഗസ്റ്റിൻ കുറ്റിക്കലിൻ്റെ നേതൃത്വത്തിൽ ഇടവകയിൽ നിന്ന് പിരിവെടുത്ത് കുരിശിൻ്റെ പള്ളി പുതുക്കി പണിതു. മുടങ്ങിയിരുന്ന വിശുദ്ധ കുരിശിൻ്റെ തിരുനാൾ വീണ്ടും ആരംഭിച്ചു.